ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം പഴകിയ ശേഷം അത് വിൽപ്പന നടത്തുന്നത് കുറ്റകരമായ ഒരവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കണ്ടെത്തുന്നതിനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമൊക്കെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന, ഫുഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖല നമുക്ക് ലഭ്യമാണ്. എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ഫുഡ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആകാൻ കഴിയുക? ആശുപത്രികളിലും വലിയ വലിയ ഹോട്ടലുകളിലും അതുപോലെ തന്നെ വലിയ ഫംഗ്ഷനുകൾ നടക്കുന്ന സമയത്ത് അവിടുത്തെ ഹൈജീൻ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുമൊക്കെ ഇടപെടലുകൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇക്കൂട്ടരാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു യൂണിഫോം പോസ്റ്റ് കൂടിയാണ് ഫുഡ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്ന പദവി. പോലീസ് സേനയിലൊക്കെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു യൂണിഫോം ധരിച്ചുകൊണ്ട് പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ മാലിന്യങ്ങളൊക്കെ കത്തിക്കുകയാണെങ്കിൽ അതിലൊക്കെ കേസെടുക്കുകയും നടപടികൾ സ്വീകരിക്കുകയും പകർച്ചവ്യാധികൾ ഉണ്ടാകാതെ തടയുകയും അങ്ങനെയുള്ള സമയത്ത് മതിയായ ബോധവൽക്കരണം നടത്തുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക. സ്ട്രീറ്റുകളിലൊക്കെ നമ്മൾ വേസ്റ്റ് കൊണ്ട് നിക്ഷേപിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുക. സ്ട്രീറ്റുകളൊക്കെ നിരത്തുകളൊക്കെ ശുചിത്വ പൂർണ്ണമായ അവസ്ഥയിൽ കൊണ്ടു നടക്കുക. ഇതെല്ലാം ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹോട്ടലിലെ ഭക്ഷണങ്ങളിലെ ശുചിത്വ നിലവാരം ഉറപ്പുവരുത്തുകയും ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് അടക്കമുള്ള മേഖലകളിലൊക്കെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വഹിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് കേരളത്തിലെ സർക്കാർ മേഖലയിലെ നിയമനങ്ങൾ നമുക്ക് ലഭിക്കുക. സർക്കാർ മേഖലയിൽ മാത്രമല്ല, വലിയ ഹോട്ടലുകൾ അടക്കമുള്ള, വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾ അടക്കമുള്ള സ്വകാര്യ മേഖലകളിലും ഈ മേഖലയിൽ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് അവസരങ്ങൾ ധാരാളമാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിലുമൊക്കെ സാധ്യതകളുണ്ട്. ഇന്ത്യൻ റെയിൽവേ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ അവസരങ്ങളുണ്ട്. ഇന്ത്യൻ റെയിൽവേയിലും ഒക്കെ ട്രെയിനുകളിൽ വിൽപ്പന നടത്തുന്ന ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നതും അത് ഉറപ്പുവരുത്തുന്നതും അവിടെയുള്ള ട്രെയിനുകളുടെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതും ഒക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ റെസ്പോൺസിബിലിറ്റീസാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കണം ലോകത്ത് എന്നാഗ്രഹിക്കുകയും അതിൽ ഇടപെടാനും അത് ഉറപ്പുവരുത്താനും ഒക്കെ താല്പര്യമുള്ള ഒരു ക്വാളിറ്റിയുള്ള കുട്ടികൾക്ക് ഈ ഒരു തൊഴിൽ മേഖല മികച്ചൊരവസരം തന്നെയാണ്. ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ നിയമിക്കാനുള്ളൊരു തീരുമാനം ഈ അടുത്ത് കേരള സംസ്ഥാന സർക്കാർ എടുക്കുകയും ഇത് പ്രകാരം നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ആ തൊഴിൽ മേഖലയിൽ വലിയ ഒരു വികാസം നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എവിടെയാണ് നമ്മളിത് പഠിക്കുക, എങ്ങനെയാണ് പഠിക്കുക എന്നൊരു ചോദ്യമാണ് പിന്നീട് നമ്മുടെ മുമ്പിൽ ഉയരുക. സ്വാഭാവികമാണ് നമ്മളുടെ സംശയങ്ങൾ എവിടെ പഠിക്കാൻ കഴിയും. കാരണം കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കോഴ്സാണ്. ഇതൊരു പാരാമെഡിക്കൽ കോഴ്സാണ്. ആദ്യം അത് നമ്മൾ മനസ്സിലാക്കണം. പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സാണിത്. ഏതാണ്ട് 2 വർഷം 2.5 വർഷക്കാലം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ പഠനം പൂർത്തിയാക്കിയ 50% മാർക്കോടുകൂടി +2 പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് LBS സെൻറ്റർ വഴിയാണ് ഈ പ്രോഗ്രാമിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമായിട്ടാണ് നമുക്ക് പ്രവേശനം ലഭിക്കുക. കൂടുതലും സ്വകാര്യ മേഖലയിലാണ് ഈ പഠന മേഖല നമുക്ക് കേരളത്തിൽ ലഭ്യമായിട്ടുള്ളത്. കൂടാതെ ബെൽഗാമിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ലഭ്യമാണ്. അത് സെപ്പറേറ്റ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാമുകൾ, പാരാമെഡിക്കൽ ഡിഗ്രി അഡ്മിഷൻ, അതായത് BSc നഴ്സിംഗും MLTയും അടക്കമുള്ള മേഖലകളുടെ ഒരു അഡ്മിഷൻ കഴിയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഡിപ്ലോമ കോഴ്സുകൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ഇതിൽ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക്, ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, വളരെ കണ്ണിങ് ആയിട്ടാണ് പലപ്പോഴും കുട്ടികൾ ഈ മേഖല എടുക്കുക. കാരണം അധികം കേട്ടിട്ടില്ലാത്ത, അധികം ആൾക്കാർക്ക് സുപരിചിതമല്ലാത്തൊരു മികച്ച കരിയർ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. മുനിസിപ്പാലിറ്റികളൊക്കെ കടകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതും അടക്കമുള്ള മേഖലകൾ ഉൾപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ലൈസൻസിങ് പ്രോസസ്സുകളിലൊക്കെ വലിയ അധികാരങ്ങളുള്ള, വലിയ തോതിൽ ഇടപെടാൻ കഴിയുന്ന, മികച്ച തൊഴിൽ സാധ്യതയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് 2.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഈ കോഴ്സിന് +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ച് പാസ്സായി 50% മാർക്കോടെ പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അത് LBS സെൻറ്റർ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എങ്ങനെയാണ് പ്രവേശനം കിട്ടുക എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും +2 പാസ്സായ കുട്ടികൾക്ക് LBS സെൻറ്റർ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ പ്രോസ്പെക്ടസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. കേരളത്തിൽ ലഭ്യമായിട്ടുള്ള സർക്കാർ മേഖലയിലുള്ള, എയ്ഡഡ് മേഖലയിലുള്ള, അല്ലാതെയുള്ള പ്രൈവറ്റ് മേഖലയിലുള്ള കോളേജുകളുടെ ലിസ്റ്റ് നമുക്കതിൽ ലഭ്യമാണ്. പകുതി സീറ്റുകളിലേക്കാണ് നമുക്ക് അഡ്മിഷൻ ഉണ്ടാവുക. റിസർവേഷനൊക്കെ ആസ് പെർ റൂൾസ് ഉണ്ടാവും. മാനേജ്മെൻറ്റ് സീറ്റുകൾ അതാത് കോളേജുകൾക്ക് ലഭ്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് സീറ്റുകൾ വേറെ അവർക്ക്, അതായത് മാനേജ്മെൻറ്റുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിനുള്ള അധികാരവും ഉണ്ടായിരിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്കോറിൻ്റെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതിൽ ഏറ്റവും ഉയർന്ന റാങ്ക് മുതൽ താഴേക്കുള്ള സംവരണ തത്വങ്ങൾ കൂടി പാലിച്ചുകൊണ്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആയിരിക്കും ഈ മേഖലയിൽ ഉണ്ടാവുക. അതിലൂടെ ഒരു മികച്ച കരിയർ കണ്ടെത്താനും നാടിൻ്റെ ഹൈജീനിക്, പകർച്ചവ്യാധികളൊക്കെ തടഞ്ഞ് ആരോഗ്യകരമായ ഒരു ചുറ്റുപാടുകൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ട് ആരോഗ്യകരമായ ഒരു ജനതയെ വാർത്തെടുക്കുന്നതിൽ, നിലനിർത്തുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കാൻ കഴിയുന്ന മികച്ച ഒരു യൂണിഫോം പോസ്റ്റിലേക്കുള്ള കവാടമാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്.